ഹായ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കുക്കറിൻ്റെ കൂടി സഹായത്തോടെ കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ ട്രൈ ചെയ്യാവുന്ന രീതിയാണ്. ആദ്യം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ചിക്കൻ 750 ഗ്രാം മീഡിയം പീസായി കട്ട് ചെയ്തത്, കയമ അല്ലെങ്കിൽ ജീരകശാല അരി 500 ഗ്രാം, 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം, സൺഫ്ലവർ ഓയിൽ 4-5 ടേബിൾ സ്പൂൺ, പശുവിൻ നെയ്യ് 2 ടേബിൾ സ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ, ഒരു ചെറുനാരങ്ങ, ഗ്രാമ്പു ഏലക്ക 6 വീതം, കറുവപ്പട്ട ചെറിയ 2 കഷ്ണം, ചെറിയ ജീരകം, പെരിഞ്ജീരകം, സാജീരകം, തക്കോലം, ജാതിപത്രി, കറുവയില ആവശ്യമുണ്ടെങ്കിൽ, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി 10-12 വീതം, സവോള വലുത് 3, തക്കാളി വലുത് 2, 8 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ഓരോ പിടി മല്ലിച്ചപ്പ്, പുതിനയില, കുറച്ച് കറിവേപ്പില, മുളക് പൊടി 2.5 ടീസ്പൂൺ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ വീതം, ജാതിക്ക ഒരു ചെറിയ കഷ്ണം, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ മസാലയൊക്കെ നന്നായി പിടിച്ചു കിട്ടും. മാറിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് ഒരു കുക്കറിലിട്ട് അടച്ചു വേവിച്ചെടുക്കുക. ഒറ്റ വിസിലടിച്ചാൽ തീ ഓഫ് ചെയ്ത് വെക്കാം. ഈ സമയം കട്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയെടുക്കാം. 3 വലിയ സവാള, 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി ഗ്രൈൻഡറിൻ്റെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുക്കാം. പച്ചമുളകും അതുപോലെ ചതച്ചെടുക്കാം. സവാള കനം കുറഞ്ഞ സ്ലൈസസായി കട്ട് ചെയ്തെടുക്കുക. തക്കാളിയും കട്ട് ചെയ്ത് വെക്കുക. ഒരു പിടി മല്ലിച്ചപ്പ്, അതിൻ്റെ പകുതി പുതിന ആണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് മല്ലിച്ചപ്പ്, 1/2 കപ്പ് പുതിന. കുക്കർ വിസിൽ വന്നപ്പോൾ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ആവിയൊക്കെ പോയി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. 1/4 ഭാഗം വേവ് ആയിട്ടുണ്ട്. ഈ കുക്കറിൽ തന്നെ ചോറുണ്ടാക്കുന്നത് കൊണ്ട് ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കർ കഴുകി സ്റ്റൗവിൽ വെച്ച് തീ കത്തിച്ച ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പു 3 വീതം, കറുവപ്പട്ട ചെറിയ 2 കഷ്ണം, കുറച്ച് ചെറിയ ജീരകം, വലിയ ജീരകം. ഇത്രയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം സവാള കൂടി ചേർത്ത് ഇളക്കുക. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലാണ് എടുക്കാറുള്ളത്. എന്നാൽ ഞാൻ കുറച്ചുകൂടി അധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അരി അളന്ന് കഴുകിയെടുക്കാം.
ഇത് 300 മില്ലി ഗ്ലാസ്സാണ്. ഒരു ഗ്ലാസ്സിൽ ഏകദേശം 250 ഗ്രാം അരിയാണ്. ബസുമതി അരിയല്ല എടുത്തിട്ടുള്ളത്, വയനാടൻ കയമ അല്ലെങ്കിൽ ജീരകശാല അരിയാണ്, ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. കോഴിക്കോടൻ ദം ബിരിയാണിക്ക് ഇതാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അരി പൊടിഞ്ഞു പോകാതെ കഴുകിയെടുക്കണം, എന്നിട്ട് വെള്ളം പോകാൻ വെക്കാം. ഈ സമയം കൊണ്ട് കുക്കറിലെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തന്നെ പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് ഒന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ ചോറ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടാവുകയുള്ളൂ. ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെക്കാം. ഇതേ സമയത്ത് വേറൊരു പാത്രത്തിൽ നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. ഇതേ സമയം കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഒരു വിസിലടിച്ചപ്പോൾ തന്നെ ഓഫ് ചെയ്ത് കുക്കർ തുറക്കാതെ വെക്കണം. ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക 3 വീതം, ചെറിയ 2 കഷ്ണം കറുവപ്പട്ട, കുറച്ച് ചെറിയ ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ, ജീരകമൊക്കെ പൊട്ടി വരുമ്പോൾ സവാള കൂടി ചേർത്ത് വഴറ്റുക. ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്കുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്. സവാളയ്ക്ക് ആവശ്യമുള്ള, മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളി വഴറ്റേണ്ടത്. ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുറച്ച് സമയം അടച്ച് വേവിക്കാം. സവാള നന്നായി സോഫ്റ്റായി വരുന്ന സമയത്ത് ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഏറ്റവും നല്ലത്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ല വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ വന്നു തുടങ്ങുമ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അല്പസമയം അടച്ചു വേവിച്ചാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ച മല്ലിച്ചപ്പ്, പുതിന അതിൻ്റെ 1/3 ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പാണ് കൂടുതൽ ചേർക്കുന്നത്, പുതിന കുറച്ചാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ജാതിക്കയുടെ ചെറിയൊരു ഭാഗം ചെറിയ പൊടിയായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ജാതിക്കയുടെ പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആദ്യം തന്നെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. അര ടീസ്പൂൺ മല്ലിപ്പൊടി,
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നേരത്തെ റെഡിയാക്കിയ ജാതിക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാല 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിലിട്ട് വേവിച്ചെടുത്ത ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ നീരോട് കൂടി തന്നെയാണ് ചേർക്കുന്നത്. ചിക്കൻ കുക്കറിലിട്ട് വേവിക്കാത്തവർക്ക് ഈ സമയത്ത് മസാലയുടെ കൂടെ വേവിച്ചെടുത്താലും മതി. ചിക്കനും മസാലയും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മസാലയൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കുകയും ചെയ്യും, നീരൊക്കെ ഒന്ന് കുറുകി വരികയും ചെയ്യും. ഇനി ഗാർണിഷ് ഐറ്റം റെഡിയാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായി ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് തന്നെ ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും റോസ്റ്റായി പൊങ്ങി വരുമ്പോൾ രണ്ടും കൂടി കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. സവോള ഫ്രൈ ചെയ്ത് എടുക്കാം. ഏകദേശം 1/2 സവോളയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞാൽ നന്നായി ബ്രൗൺ നിറമായി കരിയാതെ കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. സവാള കൂടി നിൽക്കാതെ ഒന്ന് പരത്തി കൊടുക്കണം. നല്ല ബ്രൗൺ നിറമായാൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. കുക്കറിലെ പ്രഷറൊക്കെ പോയി ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. വെള്ളം കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം തുറന്നു വെച്ചാൽ മതി. ഇനി ദമ്മിടാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാലയ്ക്ക് മുകളിലേക്ക് ചോറിൻ്റെ പകുതി ആദ്യ ലെയറായി ചേർക്കുന്നുണ്ട്. ചോറിട്ട ശേഷം നന്നായി നിരത്തി കൊടുക്കണം. കട്ടയൊന്നുമില്ലാതെ ഉടച്ചു കൊടുക്കണം. ശേഷം മല്ലിച്ചപ്പ് പുതിന വിതറിക്കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഈ സമയത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ലെയർ കൂടി ചോറിട്ട് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. ആദ്യം മസാലയിൽ ചേർത്ത മഞ്ഞൾപ്പൊടിയുടെ കളർ ഉണ്ടാവും. കൂടുതൽ കളർ ആവശ്യമുള്ളവർ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാഫ്രോൺ, കുങ്കുമം പാലിൽ കലക്കിയ ശേഷം ദമ്മിടുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അവിടെയും ഇവിടെയുമായി ഒന്ന് തൂവി കൊടുത്താൽ മതിയോ. എസൻസുകളൊന്നും ചേർക്കുന്നില്ല. ബാക്കിയുള്ള മല്ലിച്ചപ്പ്, പുതിന, ഫ്രൈ ചെയ്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർത്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് ദമ്മിൽ വെക്കാം. സ്റ്റൗവിൽ വെച്ച ശേഷം ആദ്യം 5 മിനിറ്റ് തീ കൂട്ടി വെക്കാം. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് സിമ്മിലാക്കി വെക്കാം. 20-25 മിനിറ്റ് ഇങ്ങനെ വെക്കണം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചോറും മസാലയും കൂടി ചേരുന്ന ഭാഗത്ത് നല്ല മസാലയൊക്കെ പിടിച്ച ചോറ് മുകളിലെ ചോറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് മൊത്തം ചോറിന് നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടുക. ഇനി വിളമ്പാം. നല്ല ടേസ്റ്റി ചിക്കൻ ബിരിയാണിയാണ്.
ഓവർ സ്പൈസി ഒന്നുമല്ല, ആവശ്യത്തിന് മസാല മാത്രമേ ഉള്ളൂ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെറിയ സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്തുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയത്. എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. Thank you for watching. ക്യാരറ്റും കുക്കുംബറും തൈരും അല്പം ഉപ്പ് കൂടി ചേർത്ത് ഒരു സാലഡ് ഉണ്ടാക്കിയാൽ ഇതിനുള്ള സൈഡ് ഡിഷായി. 1 കിലോ അരി കൊണ്ട് 8 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കാം. പക്ഷേ നന്നായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 6 പേർക്ക് മാത്രമേ ഉണ്ടാവൂ. ഞാൻ 1/2 കിലോ അരി കൊണ്ട് ഉണ്ടാക്കിയത് ഞങ്ങൾ 4 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. അരി എടുക്കുന്ന അളവിനേക്കാൾ കുറച്ച് തൂക്കം കൂടുതൽ ചിക്കൻ എടുക്കുന്നതായിരിക്കും നന്നാവുക.